കൂതര ജ്ഞാനസ്നാനം നേരിടുകയിലൂടെ പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെട്ടു. ഈ തീർത്ഥജലത്തിലൂടെ കാരുണ്യവാനായ ദൈവം നിന്നെ എല്ലാ പാപകരങ്ങളിൽ നിന്നും കഴിഞ്ഞു മാറ്റി ദിവ്യസ്ഥാനത്തിലേക്ക് അനയിക്കുമാറാകട്ടെ. ജീവിതകാലം മുഴുവൻ പ്രകാശത്തിന്റെ മകനായി വളർന്നുകൊണ്ട് ഈ വെളിച്ചം നീ കാത്തു സൂക്ഷിച്ചു. ഇപ്പോൾ നിത്യഭവനത്തിലേക്കുള്ള നിന്റെ യാത്രയിൽ ക്രിസ്തുവാകുന്ന ഈ ദീപം നിന്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവും. കാരുണ്യവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. അങ്ങ് ഈ ലോകത്തിൽ നിന്ന് വിളിക്കുവാൻ തിരുവുള്ളമായ അങ്ങയുടെ പ്രിയദാസൻ ഫാദർ രാജിന്റെ ആത്മാവിനെ ശാന്തി. ദൈവമെന്നെ ക്ഷണിക്കുന്നു തീർത്ഥയാത്രയ്ക്കായിതാ. പോയിടട്ടെ പുണ്യഭൂവിൽ മോദമോടെ വാഴുവാൻ. ദൈവമെന്നെ ക്ഷണിക്കുന്നു തീർത്ഥയാത്രയ്ക്കായിതാ. പോയിടട്ടെ പുണ്യഭൂവിൽ മോദമോടെ വാഴുവാൻ. വിശ്വാസവും തോഴനായൻ യേശുവും പാരമായിട്ടൊന്നുമില്ല ഭീതിയില്ലാത്തെല്ലുമേ. സ്വന്ത നാട്ടിൽ ശാന്തനായി പോകുന്നു. നിത്യശാന്തി ഒന്നു മാത്രം എൻ്റെ ഏക പ്രാർത്ഥന. സ്വന്തബന്ധം കൂട്ടുകെട്ട് ഒക്കെ നിങ്ങൾ കേൾക്കുന്നു. പോയിടട്ടെ കണ്ടുമുട്ടാൻ അന്ത്യനാളിൽ സ്വർഗത്തിൽ. സ്വർഗനാട്ടിൽ ദൈവത്തിൻ്റെ വലം പാകെ നിൽക്കുവാൻ ഭാഗ്യമായ
എൻ്റെ യാത്ര പൂർത്തിയാ. സ്ഥാനമാന സമ്പാദ്യങ്ങൾ ശക്തമായ കാവലും ഒന്നുപോലും വേണ്ടെനിക്ക് ഏകനായി പോകുന്നു. ചെയ്തു തീർക്കാനേറെയുണ്ട് ഒക്കെ ഞങ്ങൾ കേൾക്കുന്നു. സൂക്ഷ്മമായി ചെയ്തിടേണം തീർക്കുവാനെനിക്കായില്ല. സ്വർഗം തേടും യാത്രയാണ് സ്തോത്രം ആലപിക്കുവിൻ. ദൈവദൂതർ എത്തിടുന്നു ഉത്ഥാനഗീതം കേൾക്കുന്നു. മായയായ ഈ പ്രപഞ്ചം മങ്ങുന്നെൻ്റെ കാഴ്ചയിൽ. ഓർമ്മയിൽ ഇനിയൊന്നു മാത്രം നിത്യവിശ്രമ ജീവിതം. വാക്കിൽ നോക്കിൽ ചിന്തകളിൽ ഞാൻ പിഴച്ചു പൊറുക്കുക. ശിഷ്ടകാലം നിങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കും നിരന്തരം. ദൈവമെന്നെ ക്ഷണിക്കുന്നു തീർത്ഥയാത്രയ്ക്കായിതാ. പോയിടട്ടെ പുണ്യഭൂവിൽ മോദമോടെ വാഴുവാൻ.
ദയാനിധേ നിത്യമാം പ്രകാശവും നിൻ ഹൃദയർക്കു നൽകണേ. നിത്യശാന്തി നൽകണേ. ക്രിസ്തുവേ ദയാനിധേ നിത്യമാം പ്രകാശവും നിൻ ഹൃദയർക്കു നൽകണേ. ശാന്തി നൽകണേ. ക്രിസ്തുവേ ദയാനിധേ നിത്യമാം പ്രകാശവും നിൻ ഹൃദയർക്കു നൽകണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അഭിവന്യ പിതാവേ, വന്യവൈദികരെ, പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട രാജനച്ചൻ 48 വർഷക്കാലത്തെ വൈദിക ശുശ്രൂഷയ്ക്ക് ശേഷം തൻ്റെ നന്മപ്രവർത്തികൾക്ക് പ്രതിഫലമായി ദൈവസന്നിധിയിൽ മഹത്വം സ്വീകരിക്കുവാൻ വേണ്ടി യാത്രയായിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭൗതികമായ വേർപാട് നമ്മെ ദുഃഖിതരാക്കുന്നുവെങ്കിലും നിത്യജീവനിൽ പ്രത്യാശിക്കുന്ന നമുക്ക് നിരാശയും ദുഃഖവും പാടില്ല എന്ന വിശ്വാസ പാരമ്പര്യത്തിൽ സഭ നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. രാജനച്ചൻ്റെ വേർപാടിൽ ദുഃഖിതരായ കുടുംബാംഗങ്ങൾക്ക് അനുശോചനം അറിയിക്കുന്നു. നിങ്ങൾക്ക് സാന്ത്വനവും സമാധാനവും ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ രാജനച്ചൻ്റെ ആത്മാവിനെ നമുക്ക് സമർപ്പിക്കാം. അദ്ദേഹത്തിന് നിത്യവിശ്രാന്തി നൽകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ വിശുദ്ധ മറിയത്തോടും എല്ലാ മലാക്കന്മാരോടും വിശുദ്ധരോടും സഹോദരി നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മളെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ.
കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഇഹത്തിൽ അങ്ങയുടെ പ്രിയദാസൻ രാജനച്ഛന് വിശുദ്ധ പൗരോഹിത്യം നൽകി അനുഗ്രഹിക്കുവാൻ അങ്ങ് തിരുവുള്ളമായല്ലോ. ഞങ്ങൾ അർപ്പിക്കുന്ന ദിവ്യയാഗം കാരുണ്യപൂർവ്വം സ്വീകരിച്ച് പരത്തിൽ ഇദ്ദേഹം സ്വർഗീയ മഹത്പദം ലഭിച്ച് അനവരതം ആനന്ദിക്കുവാൻ വരമരുളണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾക്ക് എല്ലായ്പ്പോഴും നല്ല ധൈര്യമുണ്ട്. ഞങ്ങൾ ശരീരത്തിൽ വസിക്കുന്നിടത്തോളം കാലം കർത്താവിൽ നിന്ന് അകലെയാണെന്ന് ഞങ്ങൾ അറിയുന്നു. എന്തെന്നാൽ ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. ശരീരത്തിൽ നിന്ന് അകന്നിരിക്കാനും കർത്താവിനോട് അടുത്തിരിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അടുത്തായാലും അകലെയായാലും അവിടത്തെ പ്രസാദിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരും തങ്ങളുടെ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള നന്മതിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കുന്നതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ വരണം. ദൈവവചനമാണ് നാം കേട്ടത്. കർത്താവേ, നീ ഇടയനായുള്ളപ്പോൾ
തിരുസുവിശേഷത്തിൽ ചൈതന്യം ദർശിക്കുവാൻ ഇന്നെന്റെ ഉൾക്കണ്ണുകൾ സദയം തുറക്കണേ. നിങ്ങളോടുകൂടെ അങ്ങയുടെ കൂടെ വിശുദ്ധ യോഹന്നാൻ എഴുതി അറിയിച്ച സുവിശേഷത്തിൽ നിന്ന് കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് മറിയം യേശു നിന്നിടത്തു നിന്ന് വന്ന് അവനെ കണ്ട് കാൽക്കൽ വീണ് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുമായിരുന്നില്ല. അവളും അവളോടുകൂടെ വന്ന് യഹൂദരും കരയുന്നത് കണ്ടപ്പോൾ യേശു ആത്മാവിൽ നെടുവീർപ്പിട്ടുകൊണ്ട് അസ്വസ്ഥനായി ചോദിച്ചു, അവനെ അടക്കിയിരിക്കുന്നത് എവിടെയാണ്? അവർ അവനോട് പറഞ്ഞു, കർത്താവേ, വന്ന് കാണുക. യേശു കണ്ണുനീർ പൊഴിച്ചു. അപ്പോൾ യഹൂദർ പറഞ്ഞു, നോക്കൂ, അവൻ എത്രമാത്രം അവനെ സ്നേഹിച്ചിരുന്നു. എന്നാൽ അവരിൽ ചിലർ പറഞ്ഞു, അന്ധൻ്റെ കണ്ണു തുറന്ന ഈ മനുഷ്യന് അവനെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ലേ? സുവിശേഷ വചനമാണ് നാം കേട്ടത്. അഭിമന്യ പിതാവേ, ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാർ, എഴുപത്തിയെട്ട് കൊല്ലങ്ങൾക്ക് മുൻപ് 1936 സെപ്റ്റംബർ മാസം 28-ാം തീയതി ബഹുമാനപ്പെട്ട രാജനച്ചൻ ജനിച്ചു. നാൽപ്പത്തിയെട്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് 1964 ഡിസംബർ മാസം 2-ാം തീയതി ബോംബെയിൽ വെച്ച് നടന്ന ദിവ്യകാരുണ്യ കോൺഗ്രസ്സിൽ വെച്ച് പരിശുദ്ധ പിതാവ് പോൾ ആറാമൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹം വൈദിക പട്ടം സ്വീകരിച്ചു. അനാരോഗ്യ നിമിത്തം സമയമാകുന്നതിന് 7 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം വിശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. ഇന്നിപ്പോൾ അദ്ദേഹം നമ്മോടെല്ലാം വിട പറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് യാത്രയാവുകയാണ്. എഴുപത്തി 6 കൊല്ലങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുവാൻ സാധിച്ചത്, അതിൽ 48 കൊല്ലവും പൗരോഹിത്യ ശുശ്രൂഷ അനുഷ്ഠിക്കുവാൻ സാധിച്ചത് ഒരു മഹാഭാഗ്യം തന്നെയാണ്. ഈ വലിയ ദൈവദാനത്തിന്, നല്ലവനായ ദൈവത്തിന് നാം ഇപ്പോൾ നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ നമ്മെ വേർപിരിഞ്ഞ് ദൈവസന്നിധിയിലേക്ക് യാത്രയാകുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഈ വൈദികന്, സഹോദരന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കൂടിയാണ് നാം ഇന്നിവിടെ സമ്മേളിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 7 നീണ്ട വർഷങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം രോഗപീഠകളുടെ കാലഘട്ടമായിരുന്നു.
പ്രത്യേകിച്ചും കുറേ കാലമായിട്ട് അദ്ദേഹത്തിൻ്റെ സംസാരശക്തി നഷ്ടപ്പെട്ടു. കുറേയേറെ നാളുകളായിട്ട് ആഹാരം തന്നെ കഴിക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ഒന്നിനൊന്ന് ക്ഷയിച്ചു വരികയും ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ ഞാനുൾപ്പെടെ പലരും അദ്ദേഹത്തെ കൂടെ സന്ദർശിക്കുന്നില്ല എന്നുള്ളൊരു പരിഭവവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ സാധ്യമായിട്ടുള്ള എല്ലാ പരിചരണങ്ങളും അദ്ദേഹത്തിന് നൽകിയത് നമുക്കെല്ലാം അറിയാവുന്ന ഒരു വസ്തുതയാണ്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ സിസ്റ്റേഴ്സിൻ്റെ സേവനങ്ങളെ എത്ര തന്നെ പ്രശംസിച്ചാലും മതിയാവുകയില്ല. ജൂബിലി ആശുപത്രിയിലെ ഡോക്ടർമാരും നേഴ്സുമാരും ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടത്ര ചികിത്സ പരിചരണം നൽകുന്നതിൽ ഏറെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പലപ്പോഴും അദ്ദേഹത്തെ ഞാൻ സന്ദർശിച്ചിരുന്നത് ജൂബിലി ആശുപത്രിയിൽ വരുന്ന അവസരത്തിലാണ്. ചിലപ്പോഴൊക്കെ എല്ലാം രോഗ അവസ്ഥയിലാണെങ്കിലും എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നുണ്ടെങ്കിൽ അദ്ദേഹം അരമനയിൽ കൂടി വരുമായിരുന്നു. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇവിടുന്ന് വന്ന് അദ്ദേഹത്തെ സന്ദർശിച്ച അവസരത്തിൽ അദ്ദേഹം തീർത്തും അവശനായി കഴിഞ്ഞിരുന്ന ഒരവസ്ഥയാണ് എനിക്ക് കാണാനായിട്ട് സാധിച്ചത്. സംസാര ശേഷിയില്ലാത്തത് കാരണം പറയാനുള്ളത് പലതും ഒരു ബുക്കിൽ എഴുതിയാണ് അദ്ദേഹം കാണിച്ചത്. വേർപിരിയുന്നതിന് മുമ്പ് കുമ്പസാരിക്കാനുള്ള ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചു. നല്ലൊരു കുമ്പസാരത്തിലൂടെ ദൈവസന്നിധിയിലേക്ക് യാത്രയാകുവാൻ അദ്ദേഹത്തെ ഒരുക്കുവാനും ഒരു പരിധിവരെ സാധിച്ചു. എഴുന്നേൽക്കണ്ട എന്ന് നിർബന്ധിച്ച് പറഞ്ഞിട്ടും എന്നെ യാത്രയാക്കുവാനായിട്ട് അദ്ദേഹം നിർബന്ധപൂർവം എഴുന്നേറ്റ് വരാന്തെ വരെ വരികയും അവിടെ ഞാൻ പോകുന്നത് വരെ നോക്കി നിന്ന് വിട പറയുകയും ചെയ്തു. ഇന്ന് നാം എല്ലാവരും ഇവിടെ സമ്മേളിച്ച് അദ്ദേഹത്തോട് വിട പറയുകയും ദൈവസന്നിധിയിലേക്ക് അദ്ദേഹത്തെ യാത്രയാക്കുകയും ചെയ്യുന്നു. ഒരു സഹപ്രവർത്തകനെ വേർപിരിഞ്ഞതിലുള്ള ആ ദുഃഖം നമുക്കെല്ലാവർക്കുമുണ്ട്. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ വളരെയേറെ അദ്ദേഹത്തെ സ്നേഹിക്കുകയും ഈ അവസാന കാലത്ത് തങ്ങളെല്ലാവുന്ന എല്ലാ സഹായ സഹകരണങ്ങളും അദ്ദേഹത്തിന് നൽകിയ അവരെല്ലാം വളരെ ദുഃഖിതരാണെന്നും എനിക്കറിയാം. ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ദുഃഖിക്കുന്ന എല്ലാവർക്കും ആത്മാർത്ഥമായ അനുശോചനം ഞാൻ രേഖപ്പെടുത്തുന്നു. മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുമൊക്കെ ചിന്തിക്കേണ്ട
ധ്യാനിക്കേണ്ട നിമിഷങ്ങളാണിവ. 2 തീയതികളെ കൂട്ടിമുട്ടിക്കുന്ന വെറുമൊരു വരയായിട്ട് ജീവിതത്തെ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു ലേഖനം ഇടയ്ക്ക് ഞാൻ വായിക്കാനിടയായി. ഒരറ്റത്ത് ജനനത്തീയതി, മറ്റേ അറ്റത്ത് മരണത്തീയതി. ഇതിനിടയ്ക്ക് ചിലരൊക്കെ വരയ്ക്കുന്ന വര മരണത്തോടുകൂടി തന്നെ മാഞ്ഞു പോകുന്നു. എന്നാൽ ഊഷ്മളമായ ബന്ധങ്ങളും സുഹൃതസമ്പന്നമായ ആ ചെയ്തികളും നിറഞ്ഞ് വര ദീർഘനാളുകളായിട്ട് മനുഷ്യ മനസ്സുകളിൽ തങ്ങി നിൽക്കും. എല്ലാവർക്കും ഒരു വഴിവിളക്കായിട്ട്, ജീവിതത്തിന് അർത്ഥം നൽകുന്ന ഒരു പ്രചോദനമായിട്ട് സുഹൃത സമ്പന്നമായിട്ടുള്ള ജീവിതം എപ്പോഴും അവശേഷിക്കും. ജീവിതത്തിൻ്റെ അർത്ഥം തിരക്കിയുള്ള ഒരു വിശകലനത്തിൻ്റെ അവസാനം നമ്മുടെ പ്രശസ്തനായ ഒരു സാഹിത്യകാരൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: ജീവിച്ചു മരിച്ചു ഒക്കെ ശരി, എന്നാൽ അതിനിടയ്ക്ക് എന്തത്ഭുതമാണ് ചെയ്തത്? ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ വേർപിരിയുന്ന ആളുകളുടെ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിലല്ല, നമ്മോട് തന്നെ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണിത്. നമ്മളും മരിക്കും, ജീവിച്ചു മരിച്ചു, ഇതിനിടയ്ക്ക് എന്ത് അത്ഭുതമാണ് ചെയ്തത്? ഒരത്ഭുത പ്രപഞ്ചത്തിൽ ജീവിക്കുന്നവരാണ് ഞാനും നിങ്ങളും. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനുള്ള സിദ്ധികൾ ഉള്ളവരാണ് എല്ലാ മനുഷ്യരും. എനിക്ക് മാത്രമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു അത്ഭുതത്തിനായിട്ടാണ് ദൈവം എന്നെ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത്. എന്നെ ദൈവം ഭരമേൽപ്പിച്ച ദൗത്യ നിർവഹണം തന്നെയാണ് ഞാൻ പ്രവർത്തിക്കേണ്ട ആ അത്ഭുതം. ഈ ദൗത്യ നിർവഹണത്തിൽ ഞാൻ കാണിക്കുന്ന വിശ്വസ്തതയാണ് എൻ്റെ ജീവിതത്തെ ഒരു അത്ഭുതമായിട്ട് രൂപാന്തരപ്പെടുത്തുന്നത്. ഈ വിശ്വസ്തതയുടെ മാറ്റുരച്ചു നോക്കുവാനുള്ള ഒരു മുഹൂർത്തമാണ് മരണം. 1945 ആഗസ്റ്റ് മാസം 9-ാം തീയതി നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ചതായി നമുക്കറിയാം. ആ വിസ്ഫോടനത്തിൽ ബലിയാടായ അവിടുത്തെ ഒരു കോളേജ് പ്രൊഫസർ തകാഷി നഗായി എന്നൊരാളുമുണ്ടായിരുന്നു. അണുബോംബിൻ്റെ ദുരന്ത ഫലങ്ങൾ അനുഭവിക്കുവാൻ വന്നതുകൊണ്ട് അയാൾ തളർന്നു പോയില്ല. കുറേ കാലം ആശുപത്രിയിൽ കിടന്ന ആ അവസരത്തിൽ അദ്ദേഹം തൻ്റെയും സഹപ്രവർത്തകരുടെയും ഓർമ്മകളും അനുഭവങ്ങളും ശേഖരിച്ച് ജപ്പാനീസ് ഭാഷയിൽ ഒരു പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചു. ഹൃദയസ്പർശിയായിട്ടുള്ള, ആരുടെയും മനം ആരെയും ദുഃഖിപ്പിക്കുന്ന ആ വിവരണങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിൽ
ദ ബെൽസ് ഓഫ് നാഗസാക്കി എന്ന ശീർഷകത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് ഭാഷയിലല്ല, ലോകത്തിലെ ധാരാളം ഭാഷകളിൽ അത് വിവർത്തനം ചെയ്യുകയും അതിന് അദ്ദേഹത്തിന് വലിയൊരു റോയൽറ്റി, കോടിക്കണക്കിന് രൂപ പ്രതിഫലമായിട്ട് കിട്ടുകയും ചെയ്തു. എന്നാൽ സ്വന്തം അവശ്യതകളിലൂടെ മറ്റുള്ളവരുടെ അവശ്യതകളും അനുഭവിച്ചറിഞ്ഞ ആ വ്യക്തി ഈ സമ്പത്തിൻ്റെ ഒരു ഭാഗം പോലും തനിക്കായിട്ട് നീക്കിവച്ചില്ല. കിട്ടിയതെല്ലാം അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായിട്ട്, പ്രത്യേകിച്ചും തന്നെപ്പോലെ ആവശ്യത അനുഭവിക്കുന്നവരുടെ ആ ദുരിതങ്ങൾ ഒന്നുകൂടെ ലഘൂകരിക്കുവാനായിട്ട് മാറ്റിവയ്ക്കുകയാണ് ചെയ്തത്. 43 വയസ്സിൽ അദ്ദേഹം മരണമടഞ്ഞു. മരിക്കുന്നതിന് മുമ്പ് സ്വന്തം കല്ലറയിൽ എഴുതി വയ്ക്കുവാനായിട്ട് അദ്ദേഹം നിർദ്ദേശിച്ച വാക്കുകൾ ഇവയാണ്: എളിയ ഒരു ജനസേവകൻ മാത്രമായിരുന്നു ഞാൻ. എൻ്റെ കടമ നിർവഹിക്കുക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ബഹുമാനപ്പെട്ട രാജനച്ചൻ പ്രവർത്തിച്ച അത്ഭുതം എന്താണെന്ന് അദ്ദേഹത്തോട് തന്നെ നാം ചോദിച്ചാൽ ഒരുപക്ഷെ അദ്ദേഹം നമ്മോടും ഇപ്പോൾ പറയുന്ന വാക്കുകൾ ഇത് തന്നെയായിരിക്കും: എളിയ ഒരു ജനസേവകൻ മാത്രമായിരുന്നു ഞാൻ. എൻ്റെ കടമ ഞാൻ നിർവഹിച്ചതേയുള്ളൂ. എൻ്റെ പ്രിയ സഹോദരരെ, ജീവിതകാലത്ത് എന്തൊക്കെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സാധിച്ചാലും അവസാനം ഇങ്ങനെ പറയണമെന്നാണല്ലോ യേശുവും നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളും കൽപ്പിക്കപ്പെട്ടതെല്ലാം ചെയ്തതിന് ശേഷം ഞാൻ പ്രയോജനമില്ലാത്ത ദാസനാണ്, കടമ നിർവഹിച്ചതേയുള്ളൂ എന്ന് പറയുവൻ. ഓരോ മനുഷ്യനിൽ നിന്നും, പ്രത്യേകിച്ച് ഒരു പുരോഹിതനിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്ന അത്ഭുതം ഇതാണ്. ക്രിസ്തുവിനെ പോലെ എല്ലാ വൈദികരെയും അനുകരിച്ച് രാജനച്ചനും എനിക്ക് തോന്നുന്നത് പ്രത്യാശയുടെ ഒരു സന്ദേശം നമുക്ക് നൽകിയിട്ടാണ് കടന്നു പോകുന്നത്. കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് ഫ്രാൻസിൽ ക്രിസ്തുവിൻ്റെ മരണത്തെയും ഉത്ഥാനത്തെയും കുറിച്ച് ഒരു പഠനം നടന്നു. പല ചോദ്യങ്ങളുടെയും കൂട്ടത്തിൽ അവസാനം സംഘാടകർ ചോദിച്ച ഒരു ചോദ്യം ഇതായിരുന്നു: ക്രിസ്തുവിൻ്റെ മരണവും ഉത്ഥാനവും നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് എന്ത് പ്രദാനം ചെയ്യുന്നു? ക്രിസ്തുവിൻ്റെ മരണവും ഉത്ഥാനവും എന്ത് പ്രദാനം ചെയ്യുന്നു? ഉത്തരങ്ങളിൽ വൈവിധ്യമുണ്ടായിരുന്നുവെങ്കിലും മിക്കവാറും എല്ലാവരും, ഭൂരിപക്ഷം ആൾക്കാരും നൽകിയ ഉത്തരം ഇതായിരുന്നു: പ്രതീക്ഷ, നിത്യജീവിതത്തിലേക്കുള്ള പ്രതീക്ഷ. സർവോപരി പുരോഹിതൻ തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് പകർന്നു തരുന്നത് പ്രതീക്ഷയുടെ ഈ സന്ദേശമാണ്. എന്താണ് പ്രതീക്ഷ? ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു ഉദാഹരണം ഇതാണ്. ലണ്ടനിലെ ഒരു തെരുവീഥിയിൽ മരം കോച്ചുന്ന തണുപ്പത്ത് ഒരു ബാലൻ, ഒരു ദരിദ്ര ബാലൻ പത്രം വിൽക്കുകയാണ്. ധാരാളം പേരതിലേക്ക് കടന്നു പോകുന്നു. കമ്പിളിയുടെ കട്ടിയുള്ള കോട്ടുകൾ, ഷൂസ്, തൊപ്പി ഇതൊക്കെ ധരിച്ച ഒരു മാന്യൻ അവിടെ നിന്ന് ആ ബാലൻ്റെ പകൽ നിന്ന് പത്രം മേടിക്കുന്നു. തണുത്ത് വിറയ്ക്കുന്ന ആ ബാലനെ കണ്ടപ്പോൾ
അയാൾക്ക് സഹതാപം തോന്നി. പക്ഷേ പുഞ്ചിരിക്കുന്ന മുഖഭാവത്തോടുകൂടി പത്രം വിൽക്കുന്ന ആ ബാലനെ കണ്ടപ്പോഴേ അയാൾക്ക് ആശ്ചര്യവും തോന്നി. അയാൾ ചോദിച്ചു, മോനെ, കട്ടിയുള്ള ഉടുപ്പൊന്നും ഇല്ലാതെ ഈ മരം കോച്ചുന്ന തണുപ്പത്ത് നിനക്കൊരു പുഞ്ചിരിയോടുകൂടി എപ്രകാരം നിൽക്കാൻ സാധിക്കുന്നു? അപ്പോഴാ ബാലൻ നൽകിയ ഉത്തരം ഇതാണ്: സാറേ, കുറച്ച് കഴിയുമ്പോൾ, അല്പം കഴിയുമ്പോൾ സൂര്യനുദിക്കും. അപ്പോൾ ചൂട് വരും, തണുപ്പ് അവസാനിക്കും. എൻ്റെ പ്രിയ സഹോദരരെ, കുറച്ച് കഴിയുമ്പോൾ സൂര്യനുദിക്കും. കുറേ കാലമായി രാജനച്ഛനും സഹനത്തിൻ്റെ തീച്ചൂളയിലൂടെ കടന്നു പോവുകയായിരുന്നു. വലിയ പരാതികളൊന്നും കൂടാതെ ക്ഷമയോടുകൂടി പലപ്പോഴും സുസ്മേരവദനായി ഇവയൊക്കെ സ്വീകരിക്കുവാനും അതിജീവിക്കുവാനും അദ്ദേഹത്തിന് എങ്ങനെ സാധിച്ചു? ഉത്തരം അദ്ദേഹം ദൈവത്തിലർപ്പിച്ച, യേശുവിലർപ്പിച്ച ആ പ്രതീക്ഷയാണ്. കുറേ കഴിയുമ്പോൾ ഈ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം അവസാനിക്കും, താൻ മഹത്വത്തിലേക്ക് പ്രവേശിക്കും. കുരിശിൻ്റെ വഴിയിലൂടെ കടന്നു പോകുമ്പോഴും അതിനപ്പുറമുള്ള മഹത്വം സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ചാൽ എന്നതുപോലെ മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാക്കി കൊടുക്കുന്നവനാണ് പുരോഹിതൻ. അതുകൊണ്ടാണ് പുരോഹിതനെ പ്രതീക്ഷയുടെ സന്ദേശം നൽകുന്നവനായിട്ട് വിശേഷിപ്പിക്കുന്നത്. ജർമ്മനിയിൽ ന്യൂറൻബർഗിനടുത്ത് ഔർബാക്ക് എന്നുള്ളൊരു സ്ഥലമുണ്ട്. അവിടെ ഗോഡ് ഫാദർബർഗ്, അതായത് ദൈവപിതാവിൻ്റെ മല എന്നൊരു മലയുമുണ്ട്. ഒരു താഴ്വരയുടെ അടിവാരത്ത് നിലനിൽക്കുന്ന ഒരു ഗ്രാമമാണ്. ആ താഴ്വരയിൽ നിന്ന് മുകളിലോട്ട് കുരിശിൻ്റെ വഴികളുടെ രൂപങ്ങൾ വച്ചിട്ടുണ്ട്. ധാരാളം ആൾക്കാർ അവിടെ വന്ന് കുരിശിൻ്റെ വഴി കഴിക്കാറുണ്ട്. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത, അവിടുത്തെ കുരിശിൻ്റെ വഴി 14-ാം സ്ഥലത്തോടുകൂടി അവസാനിക്കുന്നില്ല. 15-ാം സ്ഥലമുണ്ട്, യേശു ഉയർത്തെഴുന്നേൽക്കുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 16-ാം സ്ഥലമുണ്ട്, യേശു പിതാവിൻ്റെ പക്കലേക്ക് ആരോഹണം ചെയ്യുന്നു. അതെ, ദൈവപിതാവിൻ്റെ മല എന്നറിയപ്പെടുന്നത് അതുകൊണ്ടാണ്. ഈ ലോകത്തിലെ കുരിശോടുകൂടി, ക്ലേശങ്ങളോടുകൂടി ജീവിതം അവസാനിക്കുന്നില്ല. മഹത്വത്തിലേക്ക്, ദൈവപിതാവിൻ്റെ സന്നിധിയിലേക്ക് ചെന്നെത്താനുള്ളതാണ് മനുഷ്യ ജീവിതം. മരിച്ച യേശു മഹത്വത്തോടെ ഉയർത്തെഴുന്നേൽക്കുകയും പിതാവിൻ്റെ പക്കലേക്ക് ആരോഹണം ചെയ്യുകയും ചെയ്തു. യേശുവിൽ പ്രത്യാശ അർപ്പിക്കുന്നവരെല്ലാം, എല്ലാവർക്കും സംഭവിക്കുന്നതും ഇത് തന്നെയാണ്. മരണശേഷം നാമും മഹത്വത്തോടെ ഉയർപ്പിക്കപ്പെടുകയും ദൈവത്തിൻ്റെ പക്കലെ, പിതാവിൻ്റെ പക്കലേക്ക് നാം ആരോഹണം ചെയ്യുകയും ചെയ്യും. ഇതായിരുന്നു യേശു പ്രഘോഷിച്ച പ്രത്യാശയുടെ സന്ദേശവും. ഇന്ന് ലാസറിനെ ഉയർപ്പിക്കുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. യേശു അപ്പോൾ മാർത്തയോട് പറഞ്ഞു, ഞാനാണ് ജീവനും പുനരുത്ഥാനവും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഈ സന്ദേശം തന്നെയാണ് തൻ്റെ ആദ്യത്തെ ലേഖനത്തിൽ, ആദ്യമായിട്ട് താൻ എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ തെസ്സലോനിയക്കാരോട് പ്രഖ്യാപിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിലെ ആദ്യത്തെ ഗ്രന്ഥവും അതുതന്നെയാണ്, തെസ്സലോനിയക്കാർക്കുള്ള ലേഖനം. ഗ്രീസിലെ സമ്പന്നമായിട്ടുള്ളൊരു തുറമുഖ പട്ടണമായിരുന്നു തെസ്സലോനിക്ക. എല്ലാ സുഖസൗകര്യങ്ങളും അവർക്കുണ്ടായിരുന്നു, ഒന്നിനും കുറവില്ലായിരുന്നു. പക്ഷെ തങ്ങളിൽ ആരെങ്കിലും, തങ്ങളുടെ പ്രിയപ്പെട്ട ആരെങ്കിലും മരിച്ചാൽ നാളുകളോളം അലമുറയിട്ട് കരയുന്ന
ഒരു മനോഭാവം അവർക്കുണ്ടായിരുന്നു. സുവിശേഷം സ്വീകരിച്ചതിന് ശേഷവും ഈ മനോഭാവത്തിന് വ്യത്യാസം വന്നില്ല. അതുകൊണ്ട് മരണാനന്തര ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങളെക്കുറിച്ച് ഈ ലേഖനത്തിൽ വിവരിച്ചതിന് ശേഷം പൗലോസ്ലീഹ അവരോട് പറയുന്നത് ഇതാണ്: മരണാന്തര ജീവിതത്തിൽ പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ വിലപിക്കരുത്. പിന്നീട് ഒരിക്കൽ പൗലോസ് മരണപ്രകാരം പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. മരണത്തെ നോക്കിയുള്ള വെല്ലുവിളിയാണ് പൗലോസ് നടത്തുന്നത്. മരണമേ, നിൻ്റെ വിജയം എവിടെ? മരണമേ, നിൻ്റെ ദംശനം എവിടെ? മരണമാണ് നമ്മുടെ ഏറ്റവും അവസാനത്തെ ശത്രുവെന്നും പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. എൻ്റെ പ്രിയ സഹോദരി, ശത്രുവാണ് നമ്മൾ ഭയം ജനിപ്പിക്കുന്നത്. അവസാനത്തെ ശത്രുവായ മരണമാണ് അവസാനം വരെ നമ്മളെ പേടിപ്പിക്കുന്നത്. എന്നാൽ യേശുവിൽ പ്രത്യാശ അർപ്പിക്കുന്നവർക്ക് മരണം ഒരു പേടി സ്വപ്നമല്ല. കാരണം മരണം നമ്മെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല. മരണത്തിന് നമ്മളെ ഒന്നും ചെയ്യുവാനും സാധിക്കില്ല. യേശു മരണത്തെ കീഴടക്കി വിജയം കൈവരിച്ചു. യേശുവിനോടൊപ്പം ഉള്ളവരും ഈ വിജയത്തിൽ പങ്കുചേരുമെന്ന ഉറപ്പാണ്. ജീവിതത്തിലെ എന്ത് ദുഃഖങ്ങളും ദുരിതങ്ങളെയും സധൈര്യം നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ധൈര്യം നമുക്ക് പ്രദാനം ചെയ്യുന്നത്. യേശു ഒന്ന് സ്പർശിച്ചതേയുള്ളൂ. നയീമിലെ വിധവയുടെ മകൻ ഉയർത്തെഴുന്നേറ്റു. ജെറോസിൻ്റെ മകൾ ഉറക്കത്തിൽ നിന്നതുപോലെ ഉണർന്ന് എണീറ്റു. ഇന്നത്തെ സുവിശേഷത്തിൽ നാം കണ്ടതുപോലെ മരിച്ച ലാസർ അടക്കം ചെയ്തിട്ട് 4 ദിവസങ്ങൾ കഴിഞ്ഞ് കല്ലറയ്ക്ക് പുറത്തു വന്നു. അതിനേക്കാളും ഉപരി യേശു മാനസികമായും ആധ്യാത്മികമായും തളർന്നുപോയ അനേകം പേർക്ക് പുതുജീവൻ നൽകി. യേശുവിനെ അനുഭവിക്കുകയും മറ്റുള്ളവർക്ക് ജീവദായകനായി യേശുവിനെ അനുഭവവേദ്യമാക്കി കൊടുക്കുകയും ചെയ്യുന്നതാണ് പൗരോഹിത്യ ശുശ്രൂഷ. കഴിഞ്ഞ 48 കൊല്ലങ്ങളായിട്ട് അനേകായിരങ്ങൾക്ക് പുതുജീവൻ യേശുവിനെ പോലെ പകർന്നു കൊടുക്കുവാനായിട്ട് രാജനച്ചനും സാധിച്ചിട്ടുണ്ട്. അതാണ് അദ്ദേഹം തൻ്റെ ജീവിതത്തിലൂടെ പ്രവർത്തിച്ച അത്ഭുതം. ഇന്ന് മരണത്തിൻ്റെ ആ വാതിലിലൂടെ കടന്ന് നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്ന അവസരത്തിൽ ദൈവ തിരുമുമ്പിൽ അദ്ദേഹത്തിന് ചൂണ്ടിക്കാണിക്കാവുന്ന അത്ഭുതവും ഇത് തന്നെയാണ്. അനേകം പേർക്ക്, തളർന്ന അവശ്യരായിട്ടുള്ള അനേകം പേർക്ക് പുതുജീവൻ നൽകുവാൻ, യേശുവിൻ്റെ ജീവൻ നൽകുവാൻ, പ്രത്യാശ പകർന്നു കൊടുക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇന്ന് അദ്ദേഹം നമ്മോട് വിട പറയുന്ന ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കും ഈ പ്രത്യാശയുടെ സന്ദേശം ഉൾക്കൊള്ളാം. അനേകം പേർക്ക് പുതുജീവൻ പകർന്നു കൊടുത്തുകൊണ്ട് നമ്മിലും എല്ലാവരിലും ഈ പുതുജീവൻ ആഴമാക്കിക്കൊണ്ട് നമുക്ക് ഈ പ്രത്യാശയുടെ സന്ദേശവുമായിട്ട് പൗരോഹിത്യ ശുശ്രൂഷ തുടരാം. ക്രിസ്തീയമായിട്ടുള്ള സാക്ഷ്യം വഹിക്കുവാനായിട്ട് നമുക്ക് തന്നെ സമർപ്പിക്കാം. ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് വേണ്ടി ഈ പരിഹാര ബലി അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ ആ വിരഹത്തിൽ ദുഃഖിക്കുന്ന എല്ലാവർക്കും അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നാദനിൻ പാത കാഴ്ചയേക്കാം കൈ
കൈക്കൊള്ളൂ മോദമായി കനിവോടെ സ്വീകരിക്കൂ. കണ്ണീരും പൂക്കളും നാഥാ നിൻ പാതെ കാഴ്ചവയ്ക്കാം. കൈക്കൊള്ളൂ മോദമായി കനിവോടെ സ്വീകരിക്കൂ. പാളത്തിൽ അപ്പവും കാസയിൽ വീഞ്ഞുമാ. അൾത്താരേ നിൽക്കുന്നു ഉൾത്താരേ സ്നേഹമാ. സഹോദരൻ്റെ നിങ്ങളുടെ ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ പ്രിയ ദാസൻ രാജനച്ചൻ ഈഹത്തിൽ വിശ്വസ്തയോടെ ഈ ദിവ്യകുദാശ അനുഷ്ഠിക്കുവാൻ അങ്ങ് വരമരുളിയല്ലോ. പരത്തിൽ ഇദ്ദേഹം ഈ ദിവ്യരഹസ്യങ്ങൾ യഥാർത്ഥമായി ദർശിച്ച് ആനന്ദിക്കുവാൻ കനിയണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടിരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയം കർത്താവിലേക്ക് ഉയർത്തുവേൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. സർവേശ പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുക ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. ക്രിസ്തുനാഥനാണല്ലോ ലോകരക്ഷകൻ. അവിടുന്നാണ് മനുഷ്യരുടെ ജീവൻ, മരിച്ചവരുടെ ഉയർപ്പ് അവിടുന്ന് തന്നെ. അവിടുന്ന് വഴി അങ്ങയുടെ തിരുസന്നിധിയിൽ ആനന്ദത്തിൽ ആറാടുന്ന മാലാഖാവൃന്ദം മഹാപ്രതാപവാനായ അങ്ങയെ അനവരതം ആരാധിക്കുന്നു. അവരുടെ ഗാനത്തോടെ ഞങ്ങളുടെ എളിയ സ്വരവും ചേരുവാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പിതാവേ, അങ്ങ് പരമപരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവ്വചരാചരങ്ങളും നിത്യസ്തുതിക്ക് അർഹനായി അങ്ങയെ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പവിത്രമാക്കണമേ.
ഇവ അങ്ങയുടെ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി മാറ്റുവാൻ കനിയണമേ. അവിടുത്തെ കൽപ്പന അനുസരിച്ചാണല്ലോ ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ കൊണ്ടാടുന്നത്. ക്രിസ്തുനാഥൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് പിതാവായ അങ്ങേക്ക് കൃതജ്ഞതാസ്തോത്രം ചൊല്ലി ഭാഗിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളി, എല്ലാവരും ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ. ഇത് എൻ്റെ ശരീരം ആകുന്നു, നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞതാസ്തോത്രം ചൊല്ലി ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളി, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. ഇത് എൻ്റെ രക്തം ആകുന്നു, നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ രക്തം, നിങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി പാപമോചനത്തിനായി ചിന്തുവാനിരിക്കുന്ന എൻ്റെ രക്തം. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്ക് ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ മഹാരഹസ്യം നമുക്ക് പ്രഖ്യാപിക്കാം. മരണം ഭരിച്ചു നീ മൃത്യുവിനെ ജയിച്ചു, ഉത്ഥാനം ചെയ്തു നീ ഞങ്ങൾക്കു ജീവനേകി. വരണേ വിഭോത്തമ പിതാവേ, അങ്ങയുടെ ദിവ്യപുത്രൻ്റെ രക്ഷാകരമായ പീഡാസഹനവും മരണവും മഹനീയമായ ഉയർത്തെഴുന്നേൽപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ഈ ബലി അങ്ങേക്ക് ഞങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. അങ്ങയുടെ സഭ അർപ്പിക്കുന്ന ഈ യാഗം തൃക്കൺ പാർക്കണമേ. ആത്മബലിയാൽ അങ്ങയെ പ്രസാദിപ്പിച്ച് അങ്ങേ പ്രിയപുത്രനെ ദിവ്യബലിയിൽ ദർശിച്ചാലും അങ്ങയുടെ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരാകുന്ന ഞങ്ങൾ പരിശുദ്ധാത്മാവിനാൽ പരിപൂരിതരായി ക്രിസ്തുവിൽ ഒരേ ശരീരവും ഒരേ ആത്മാവുമായി തീരുവാൻ അനുഗ്രഹിക്കണമേ. ക്രിസ്തുനാഥൻ ഞങ്ങളെ നിത്യമായൊരു കാണിക്കയായി അങ്ങേക്ക് സമർപ്പിക്കുമാറാകട്ടെ. ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമേറിയ രക്തസാക്ഷികളോടും ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസിനോടും മറ്റെല്ലാ വിശുദ്ധരോടുമൊത്ത് തിരഞ്ഞെടുക്കപ്പെട്ടവർക്കുള്ള അവകാശം ഞങ്ങൾക്കും ലഭിക്കുവാൻ ഇടയാക്കണമേ. ഇവരുടെ മധ്യസ്ഥത വഴി അങ്ങയുടെ സഹായം ഞങ്ങൾക്കെപ്പോഴും കൈവരുമെന്ന് പ്രത്യാശിക്കുന്നു. പിതാവേ, താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയോട് ഞങ്ങളെ രഞ്ജിപ്പിച്ച ഈ ബലി സമസ്ത ലോകത്തിനും ശാന്തിയും രക്ഷയും നൽകുവാൻ ഉപകരിക്കുമാറാകട്ടെ. അങ്ങയുടെ ദാസനായ ബെനഡിക്ട് മാർപ്പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ വിൻസെൻ്റ് സാമുവേൽ മെത്രാനോടും സൂസപ്പാക്കി മെത്രാപ്പൊലീത്തയോടും മെത്രാൻ പദവിയിലും വൈദിക പദവിയിലുമുള്ള എല്ലാവരോടും ക്രിസ്തുനാഥൻ അങ്ങേയ്ക്കായി നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കഴിയണമേ. അങ്ങയുടെ തിരുമുമ്പിൽ നിൽക്കുവാൻ ഭാഗ്യം ലഭിച്ച ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടുള്ളണമേ. കാരുണ്യവാനായ പിതാവേ, ലോകമെങ്ങുമുള്ള അങ്ങയുടെ എല്ലാ മക്കളെയും സംയോജിപ്പിക്കണമേ. പിതാവേ, ഇന്ന് ഈ ലോകത്തിൽ നിന്ന് അങ്ങയുടെ പക്കലേക്ക് വിളിച്ച അങ്ങയുടെ ദാസൻ എൻ്റെ പ്രിയ അങ്കിൾ ഫാദർ രാജനെ ഓർക്കണമേ.
ക്രിസ്തുവിൽ മരണം പ്രാപിച്ച ഇയാളെ അവിടുത്തെ പുനരുത്ഥാനത്തിലും പങ്കാളിയാക്കണമേ. അങ്ങയുടെ ദിവ്യസുതൻ മരിച്ചവരെ ഈ മണ്ണിൽ നിന്ന് ഉയർപ്പിക്കുമ്പോൾ മർത്യശരീരം ക്രിസ്തുനാഥന്റെ തേജോമയമായ ശരീരത്തോടുകൂടെ സാരൂപ്യം പ്രാപിക്കുമല്ലോ. ഞങ്ങളുടെ മൃതിയടഞ്ഞ സഹോദരീ സഹോദരന്മാർക്കും അങ്ങയുടെ പ്രസാദത്തിൽ ഈ ലോകവാസം വെടിഞ്ഞ ഏവർക്കും സ്വർഗരാജ്യത്തിൽ ദയാപൂർവം പ്രവേശനം കൽപ്പിച്ചരുളണമേ. അവിടെ ഞങ്ങളുടെ കണ്ണുനീരെല്ലാം അങ്ങ് ഒപ്പിയെടുക്കുകയും അങ്ങയുടെ സൗഭാഗ്യത്തിൽ എല്ലാവരും ഒരുമിച്ച് നിത്യനിർവൃത്തി അടയുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. പിതാവേ, ദൈവമായ അങ്ങയെ ഞങ്ങൾ യഥാർത്ഥ രൂപത്തിൽ കണ്ടുകൊണ്ട് അങ്ങയോട് സാരൂപ്യം പ്രാപിക്കുകയും സകല അനുഗ്രഹങ്ങളുടെയും നീർച്ചാലായ യേശുക്രിസ്തു വഴി അനവരതം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവമേ, സർവശക്തനായ പിതാവേ, അങ്ങേക്ക് ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ മഹിമയും ആരാധനയും എന്നും എന്നേക്കും. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ തൻതാതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗ്ഗത്തിലെപ്പോൾ മിന്നലം വായിടേണം. അന്നു വേണ്ടുന്നൊരാഹാരം ഞങ്ങൾക്കു നൽകുവാനായിടേണം. അന്യതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം. കർത്താവ്, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിക്കണമേ. ഈ കാലയളവിൽ ഞങ്ങൾക്ക് സമാധാനം വരളണമേ. പാപത്തിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്ന് ഞങ്ങളെ എപ്പോഴും കരുണാപൂർവ്വം കാത്തുകൊള്ളണമേ. നിത്യസൗഭാഗ്യവും രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. എൻ്റെ ദാനമായി സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന കർത്താവായ യേശുക്രിസ്തുവെ അങ്ങ് അപ്പോസ്തലന്മാരോട് അരുളി ചെയ്തുവല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ പരിഗണിക്കാതെ അങ്ങ് തിരുസഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങയുടെ തിരുവുള്ളത്തിനൊത്തവണ്ണം തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും കൽപ്പിച്ചരുളിയാലും എന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പര സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ക്രിസ്തുവിൻ്റെ തിരുശരീരം എന്നെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ.